നോട്ട് ആൻ ഓക്വേർഡ് ഇന്റർവ്യൂ. എന്റെ ലൈഫില് ഒരു 22 വർഷത്തോളമായി ഞാൻ ആങ്കറിങ് ചെയ്യാൻ തുടങ്ങിയത്. എന്റെ ഇത്രയും ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോണത്. എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം പ്രിയമതന്നെ എനിക്കറിയില്ല. പക്ഷെ വിനയാണ് ഇരിക്കുന്നത്. വിനയ് ഷർഫ് ഉണ്ടാവും പറഞ്ഞു. എന്നാൽ ഇവരോട് അയ്യോ ഇല്ല അല്ല, എന്നാലും നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അയ്യോ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു വിനയായിട്ടുള്ള ഒരു വൈബ് ഭയങ്കര നന്നായിട്ട് അറിയാം. വളരെ നല്ലൊരു ഫ്രണ്ട്ലി ആണ്, വളരെ ജോവിയലാണ്, എല്ലാം ടേക്ക് ഇറ്റ് ഈസി. ആ ഒരു ഇത് വൈബുള്ള ആളായതുകൊണ്ട് ഈ റിസ്ക് ഒക്കെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള മൊത്തം സംശയങ്ങളാണ്, സെഗ്മെന്റ്സ് ആണ്. ആക്ച്വലി പ്രിയമതയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നുമില്ല. പ്രിയ കുറച്ച് ഇർഫാൻ ഖാനാണ്, കുറച്ച് സട്ടിൽ ആക്ടിങ്ങിന്റെ ആളാണ് മൊത്തത്തിൽ. ആണല്ലേ? അപ്പൊ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും സംശയങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫുൾ സെഗ്മെന്റ് ആണ് നമ്മൾ ഇന്ന്. യൂഷ്വലി നിങ്ങളിപ്പോ ബാക്ക് ടു ബാക്ക് കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുത്ത ഒരു പാറ്റേണേ അല്ല. നമ്മൾ ഇതിനകത്ത് ഫുൾ ഈ സെഗ്മെന്റിനകത്ത് എനിക്ക് കുറെ സംശയങ്ങളാണ്. ഓക്കെ, ആ സംശയങ്ങൾ ഇൻ ജനറൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന, ചിലരെങ്കിലും ഒക്കെ ഇതിലെ ശരിയാണല്ലോ ഇങ്ങനെ നമ്മൾ പലപ്പോഴും ലൈക്ക് ഇപ്പം വിനയ് തന്നെ നമ്മുടെ ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വിനയും ലിജോ ചേർന്ന് പല പല സംശയങ്ങൾ നിങ്ങൾ കുറെ റീൽസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു പാറ്റേൺ ഞങ്ങൾ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ആ ഒരു നിലവാരം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതെന്റെ പ്രൊഡ്യൂസറിന്റെ കാലിബർ ഏകദേശം അറിയാലോ. എനിക്ക് പ്രൊഡ്യൂസറിന്റെ കാലിബർ അറിയാം. ഞാനും ഇവിടെ ഇരിക്കുന്നത് രമ്യനോടുള്ള ട്രസ്റ്റ് കൂടിയാ. അതെ, ആ ഒരു ഉത്തരവാദിത്തം എന്റെ അടുത്തുള്ളത്. നമുക്ക് ഈ ഷോയിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ വരികയാണെങ്കിൽ നമുക്ക് അപ്പോസിറ്റ് കൊടുക്കാം. നമ്മുടെ പ്രൊഡ്യൂസർ ഓരോ അടി നമുക്ക് കൊടുക്കാം, ഓരോ അടി. ഓക്കെ, അവിടെ റെഡി ആയിട്ട് അല്ല അപ്പൂസ് ഇന്ന് റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ സംശയം എന്നത് വെച്ചാൽ ഫുൾ സംശയങ്ങളാണ്. അപ്പൊ എന്റെ ഫസ്റ്റിലത്തെ സംശയം എന്താന്ന് വെച്ചാൽ, ഈ കാറിന് എന്തിനാണ് 4 വീലുകൾ? ഓട്ടോയ്ക്കൊക്കെ ഉള്ളതുപോലെ 3 എണ്ണം പോരെ? ഇതാണ് ഫസ്റ്റ് സംശയം. പോരെ? അല്ല, ആക്ച്വലി ഓട്ടോ ഓടാനായിട്ട് 3 വീലിലോ 3 ടയർ 3 വീലുണ്ടെങ്കിൽ ഓട്ടോ പോകും. കാറിലും എന്ന അങ്ങനെ ഒരു പ്ലാനിലേക്ക് അവർക്ക് വെച്ചൂടെ? ഈ ഓട്ടോയില് മുന്നിൽ ഒരാളാണല്ലോ ഇരിക്കുന്നത്, പിന്നീട് 2 പേര് 3 പേര് ഇരിക്കാം. കുഴപ്പമില്ല. കാറിൽ എന്ന് പറയുമ്പോ മുന്നിൽ 2 പേരെങ്കിലും ഇരിക്കുമല്ലോ. 2 വീല് വേണം. കൺവിൻസിങ് അല്ലോ. റേഞ്ച് കുറച്ചും കൂടി ഒന്ന് ലോറിക്ക് 3 വീലാക്കണോ? അപ്പൂസ എത്ര വേണം? അപ്പൂസിന്റെ കണക്കിൽ അപ്പൂസ് ഉദ്ദേശിക്കുന്നതാണ്. ഓട്ടോയിൽ ഞാൻ എന്താ പരിപാടി അറിയോ? ഒരു ടയറേ കാണുന്നുള്ളൂ. തുടക്കം പാളരുത്, തുടക്കമേ പാളി. നന്നായി പാളി, ചെറുതല്ല. ഏറ്റിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് സംശയത്തിലേക്ക് വരാം. എന്തിനാണ് ഇത്ര? വിനയുടെ സംശയങ്ങളൊക്കെ തീർന്നോ? എന്റെ സംശയങ്ങൾ തീരില്ലല്ലോ ജീവിതത്തിൽ. അങ്ങനെ സംശയം ഈ സങ്കടം സന്തോഷം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ. അപ്പൊ അത് ഒരിക്കലും തീരില്ല. ഈ സംശയത്തിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡാണ്. കാര്യം എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാം. ആർക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സംശയത്തിനോട് അല്ലേ? അപ്പൊ സംശയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ജീവിതത്തില്. പക്ഷെ ചില സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം അടുത്ത സംശയം തുടങ്ങും. അപ്പൊ അടുത്തതാണ് തുടങ്ങുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടിടത്തോളം ഇദ്ദേഹത്തിന്റെ സംശയങ്ങൾ തീരുന്നതേ ഇല്ല അല്ലേ? കൺവിൻസ്ഡ് ആവുന്നില്ല. അങ്ങനെയല്ല, ഇത് ഇദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാവുന്നു, അതിന്റെ ഒരു അന്വേഷണമാണ്. എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഞാനിപ്പോ സിനിമയുടെ കഥ പറഞ്ഞ പോലെ പോകും അല്ലേ? പക്ഷെ എനിക്ക് ആ പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മുടെ അമീർ ഖാൻ കുട്ടികളെ കേട്ട് താരെ സമീൻ പറ എനിക്ക് ഓർമ്മ വന്നു, 3 ഇഡിയറ്റ്സ് ഓർമ്മ വന്നു. ആ ഒരു സ്റ്റൈലും ആ ഒരു ഫീലും നല്ല അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് അത് പാട്ട് കണ്ടപ്പോൾ തോന്നിയത് അല്ലേ? അതേത്രേ ആമിർ ഖാനോ? പലരും പറഞ്ഞു. എനിക്ക് തോന്നി, എനിക്ക് ശരിക്കും അതാണ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത്. എന്താന്നറിയോ, ഈ സിനിമ ഈ പറയുന്ന പോലെ കുട്ടികളെ നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു കാറ്റഗറൈസ് ചെയ്യേണ്ട സിനിമയല്ല. ഇതൊരു ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളോ ത്രില്ലറോ യൂത്തോ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ കുട്ടികളോ അങ്ങനെയല്ല. ഇതെല്ലാ ആളുകൾക്കും അപ്പീലിംഗ് ആവുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അപ്പോ കുട്ടികള് തിയേറ്ററിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവര് വെറുതെ വരില്ലല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വെറുതെ വരാൻ പറ്റില്ല. അച്ഛനമ്മ കൂടെ ഉണ്ടാവും. മൊത്തത്തിൽ 5-6 പേര് വരും. അങ്ങനെ വീടടച്ച് തിയേറ്ററിലേക്ക് വരുന്ന സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്.
അപ്പൊ നമ്മൾ സംശയത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന വെക്കേഷന് ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അപ്പീൽ ചെയ്യിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രൊമോഷൻ ആയാലും എന്തായാലും ഫൺ ഉണ്ടാവണം. ഓക്കെ ഓക്കെ. അപ്പം പ്രിയമതയുടെ ഇതിനകത്തെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാ പറയാൻ പറ്റുന്ന? വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ട്രൈ ചെയ്യാട്ടോ. ഇപ്പഴും നിർത്തിയിട്ടില്ലല്ലോ. പേപ്പറിന്റെ രണ്ട് സൈഡിലും കഷ്ടപ്പെട്ട് അപ്പൂസ് ചോദ്യം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, സംശയത്തെ കുറിച്ച് ചോദിച്ചു എന്ന് മാത്രം. അത് ഞാൻ വിചാരിച്ചു പരാജയപ്പെട്ട് നിർത്തിയിട്ടുണ്ടാവും. ആദ്യമേ പാളിയപ്പോ വേണ്ട ഇതൊരു മാറ്റാം, പിന്നെ ഒരു നോർമൽ ഇന്റർവ്യൂലേക്ക് കിടക്കാം. ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തോൽവി പെട്ടെന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങി മൈൽ സ്റ്റോണിനെ വിനയ്ക്ക് കറക്റ്റ് അറിയാമല്ലോ. വീണ്ടും ചളിയായിരിക്കും, കാരണം ചളി പറയാൻ പറ്റിയ വൈബിലുള്ള ആൾക്കാരാണ് നമുക്ക്. അങ്ങോട്ടും ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംശയങ്ങൾ പറഞ്ഞോണ്ടിരിക്കാം. അതല്ല പ്രിയമിതയുടെ ഇതിനകത്തെ ക്യാരക്ടർ. എന്റെ കഥാപാത്രത്തിന്റെ പേര് ഫൈസ എന്നാണ്. ഇപ്പോ വിനയ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ സംശയം ഒരു ഏജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസിനോട് മാത്രം കേട്ടർ ചെയ്യുന്ന മൂവിയല്ല. എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു ടേക്ക് അവേ ഉണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആൻഡ് ഫൈസ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഒരു ആസ് എൻ ആക്ടർ എനിക്ക് എന്നിൽ എവിടെയോ ഒരു വേഴ്സിറ്റാലിറ്റി കണ്ടത് കൊണ്ടാണല്ലോ രാജേഷ് രവിഞ്ഞാട് ഡയറക്ടർ എന്നെ ഫൈസയിലേക്ക് കാസ്റ്റ് ചെയ്തത്. ഓൾസോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിനയനെ ഞങ്ങൾക്ക് എനിക്ക് അറിയാവുന്നിടത്തോളം നമ്മൾ പ്രേക്ഷകർക്ക് ഒരു കോമൺ മാൻ എല്ലാവർക്കും വിനയൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. വിനയുടെ സംസാര രീതി എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ആ ഒരു ശബ്ദം, ആ ഒരു പ്രസന്റേഷൻ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആള് ഭയങ്കര, നമ്മള് ഇതിൽ കാണുമ്പോഴൊക്കെ എനിക്കിപ്പോ നേരിട്ടും അറിയാം വിനയ് നല്ല കൗണ്ടർ പറയും, നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. പക്ഷെ സെറ്റിലെ വിനയ്, ഒറിജിനൽ ആയിട്ടുള്ള വിനയ് എത്രത്തോളം കൗണ്ടേഴ്സ് പറയും? അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അത്രയും കോമ്പിനേഷൻ ഈ പടത്തിലില്ല. കൂടുതൽ ഞാൻ സംസാരിച്ചിരിക്കുന്നത് കുട്ടിക്ക് നല്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഞങ്ങൾ ഒരുമിച്ചുണ്ടായില്ല, അധികം സീൻസ് ഉണ്ടായില്ല. നല്ല ഇതുണ്ടായിട്ടില്ല. എന്റെ കൂടെ ഷർഫുദ്ദീനും എന്റെ കൂടെ ലിജോ മോളുമായിരുന്നു. നല്ല കഥകൾ പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇതെന്താന്നറിയോ, ഈ സിനിമ ഓരോ സിനിമക്കും ഓരോ തരമാണ്. ഇപ്പൊ ഓടും കുതിര ചാടും കുതിര, ഇപ്പൊ ഞാൻ ഫഹദ കേട്ട സിനിമ, അപ്പൊ അതിന്റെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഫഹദ് ലീഡ് റോൾ ചെയ്യുന്നു, നമ്മളൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്നു. പടത്തിന്റെ ജോണർ ഒരു 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 ഭയങ്കര കോമഡി സിനിമയാ. അപ്പൊ അതാവുമ്പോ നമുക്ക് ഈ പറയുന്ന വേറൊരു പരിപാടി പിടിച്ച് നമ്മൾ ഫുൾ ജോവിയൽ മൂഡിൽ പൊളിച്ചോണ്ടിരിക്കും. അൽത്താഫാണ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ്. സംശയത്തിലേക്ക് വരുമ്പോ ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് ഞാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഷറഫ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ അപ്പോ പിന്നെ സംശയം എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര പ്രിയപ്പെട്ടാണ്. എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് സിനിമ. കാര്യം ഒന്ന്, ഇത്തരം നല്ല തിരക്കഥകൾ നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാ. പിന്നെ അങ്ങനെ എത്തുമ്പോഴും ഈ കഥാപാത്രം എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും എന്ന് പറയുന്ന തോട്ടുണ്ട് എന്നിൽ നിന്ന്. അതായത് ഒരു മലയാളി സാധാരണ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്ററാണ്, വടകര കേന്ദ്രീകരിച്ചിട്ടുള്ള. പക്ഷെ എന്നിരുന്നാലും ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഇയാളുടെ ഡാർക്ക് സ്കിന്നും ഇയാളുടെ പല്ലും ഇയാളുടെ നടപ്പും ഇരിപ്പും ഇയാളുടെ ബാക്ക് സ്റ്റോറി ഒക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ ഈ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര പ്രൊആക്റ്റീവ് അല്ല, ലൈക്ക് അറ്റ് ടൈംസ് പുള്ളി പ്രൊആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിൽ ഫോക്കസ് ചെയ്തിട്ട് ഓരോ ഷോട്ടും എത്രത്തോളം എൻഗേജിങ് ആക്കാം. ഓരോ ഷോട്ടും എൻഗേജിങ് ആക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു സീൻ എൻഗേജിങ് ആക്കുകയും ആ ഒരു തരത്തിൽ നമുക്കൊരു സിനിമ മൊത്തത്തില് അതിന്റെ ഗുണം ഉണ്ടാവും, ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. അപ്പൊ അത്തരം പ്രയോറിറ്റീസ് നമ്മുടെ മുമ്പിലുള്ളപ്പോ നമ്മൾ കുറച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ വലിയ ഫണ്ടിനുള്ള സാധ്യത കുറവാ. നമ്മൾ ഫുൾ ഓൺ ഇൻടു സിനിമ, ഫുൾ ഓൺ ഇൻടു ക്യാരക്ടർ ആയിരിക്കും, കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്റർവ്യൂ കുറച്ച് സീരിയസ് ആയി പോകണം. വീണ്ടും ഞാൻ ലെവൽ മാറ്റി. ആ ഒരു പരിപാടി അറിയാലോ. എനിക്ക് അങ്ങനെ ടെൻഡൻസി ഉണ്ട് അങ്ങനെ സീരിയസ് ആകാനുള്ളത്. ആണല്ലേ? അപ്പൊ അത് മാറ്റാൻ രമ്യാണ്. ഓക്കെ,
രണ്ടാമത്തെ ഇത്, ഒന്നിനും കൊള്ളാത്തവനെ വാഴയോട് ഉപമിക്കാൻ കാരണം അതെന്തായിരിക്കും? പൊതുവെ പറയും അങ്ങനെ ഒരു ഫ്രേസ് കേൾക്കാറില്ലേ? വാഴയെ കൊണ്ട് കുറെ ഉപകാരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. അല്ല, ഒന്നിനും കൊള്ളാത്തവൻ. ഒന്നിനും കൊള്ളാത്തവനെയോ? ബെറ്റർ. വാഴയുടെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ തമാശയൊന്നും ഇല്ല ഇതില്, ബലമില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെങ്ങേന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. വാഴ നമ്മളൊരു കത്തിയെടുത്തിട്ട് ഒരു വീശി വീശി കഴിഞ്ഞാൽ വാഴ തീർന്നു. ഒരു അത്രക്ക് ഡെലിക്കേറ്റ് ആണ്. അപ്പൊ ഈ പഴം തരുന്നു അല്ലെങ്കിൽ പിണ്ടി തരുന്നു എന്നൊക്കെ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ല. പഴം ഉപയോഗിക്കാറുണ്ട്. അവനൊരു പഴോട് നേരെ വാഴയാണെന്നോ? അപ്പൂസിനെ ഞാനിപ്പൊ പറയുന്നില്ല, ഇന്റർവ്യൂ മുഴുവൻ കഴിഞ്ഞിട്ട് അപ്പൂസ് പഴമാണോ വാഴയാണോ എന്ന് ഞാൻ പറയും. പാവപ്പെട്ടവൻ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് വരുത്തിയിട്ട് ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് എന്ത് പറയണമെന്ന് പോലും കഷ്ടകാലം ഇതായി. അപ്പൊ അതുകൊണ്ടാണ് വാഴയെന്ന് പറയുന്നത് ആയിരിക്കോ? വേറെ റീസൺ ഇല്ലല്ലോ. മര്യാദക്ക് കായ്ക്കുന്നു, പഴം തരുന്നു, പിണ്ടി തരുന്നു, ഇല തരുന്നു, എല്ലാം ചെയ്തിട്ടും ബെറ്റർ. എല്ലാം ഉപയോഗിച്ചിട്ടും അതിനെ വാഴാന്ന് വിളിക്കണമെങ്കിൽ ഞാൻ കാണുന്ന ഒരു പരിമിതി അതാ. ബെറ്റർ കമ്പയർ ചെയ്യല്ല പ്രീവതയ്ക്ക് കൺഫ്യൂഷനായി. കമ്പയർ ചെയ്യല്ല നമ്മള്, ഇവനൊരു വാഴയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, നിന്നെക്കാളും ബെറ്റർ ഒരു വാഴ നടന്നു. അങ്ങനെയല്ല, അല്ല അത് തെങ്ങാണ്. 18 വട്ട തെങ്ങ് അത് വാഴയും പറയും അല്ലേ? വാഴയും പറയാറുണ്ട്. ഇതിന് പകരം ഒരു 10 വാഴ വെച്ചിരുന്നു. അത് ബ്രൂട്ടൽ ഇൻസൾട്ട് ആണ്. തെങ്ങ് പിന്നെ അവിടെ നിന്ന് കുറെ നാൾ കായ്ച്ച് അങ്ങനെ ഒരു റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൂസ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. അതിന്റെ ഇടയിൽ കയ്യും കാലും കാണിക്കുകയാണ്. ഫണ്ട് എന്ത് ഫണ്ട്? മറ്റേ കടയിൽ നിന്ന് വാങ്ങിട്ട് വരാൻ പറ്റുമോ? ഇത് സംഭവിക്കണ്ടാണ് മോനെ. ഫണ്ട് അവന് എഴുതി വെച്ച ഈ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇത്ര ഫണ്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ കിട്ടോ? ഇപ്പൊ നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ എങ്ങനെയാണ്? അതായത് തിരക്കഥയിൽ തമാശ ഉണ്ടാവും, സീനിൽ തമാശ ഉണ്ടാവും, ഡയലോഗിൽ തമാശ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആക്ടേഴ്സ് വരുമ്പോ തമാശയാവും. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നല്ല തമാശ. അവൻ എഴുതുന്ന നിലവാരം കുറഞ്ഞ പരിപാടികളാണ്, എന്നിട്ട് അതിലും നമ്മൾ തമാശ ഉണ്ടാക്കണം. സോറി, നടക്കില്ല. വെറുതെ ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ നോക്കി, അതായത് രമ്യയുടെ ഫോക്കസ് കളയണ അതിന്റെ പിറകുന്ന കയ്യും കലാശോ. എന്താ മോനെ ഇത്? ഓക്കെ, അപ്പൊ നമുക്ക് 2 സംശയത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിന് ഭയങ്കര ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയിലാ. നമുക്ക് നോക്കാം. അതെ, ബൈക്കിന്റെയും സ്കൂട്ടറിന്റെ ഒക്കെ ആക്സലറേറ്റർ റൈറ്റ് സൈഡിലാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരെണ്ണത്തിന്റെ പോലും ലെഫ്റ്റ് സൈഡിൽ ആക്സലറേറ്റർ വെക്കാത്തത്? ഇതിപ്പോ ഇത് എന്റെ കുഴപ്പമാണോ? എനിക്ക് കുഴപ്പമേ ഇല്ല. രമ്യക്ക് ഒരു വില ഉണ്ടായിരുന്നില്ലേ? ആ ഡാൻസ് സ്കൂളൊക്കെ പൂട്ടുകൂട്ടാ. അല്ല, ഡാൻസ് സ്കൂളിലെ പിള്ളേരുടെ അമ്മമാര് കാണുമ്പോ ഡാൻസ് സ്കൂള് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഇതാണ് പരിപാടി, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാലേ അപ്പൂസിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അപ്പൂസ, ഞാൻ ഈ ഒരു ഇത് എടുത്തത് 8ന്റെ മണി പോയി. എന്തായാലും അതാണ് ഈ ഓക്വേർഡ് ഇന്റർവ്യൂ. ഇതിനും അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കൂടുതൽ റൈറ്റ് ഹാൻഡേഴ്സ് അല്ലേ? നമ്മൾ കൂടുതലും റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറവല്ലേ? പക്ഷെ അതിൽ അപ്പോസിന്റെ ചോദ്യം ഞാനും ഇത് തന്നെ പറഞ്ഞ് ആർഗ്യൂ ചെയ്തു. അപ്പൊ ചില ആൾക്കാർ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അങ്ങനെയാണെങ്കിൽ അവരെ കേറ്റർ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിലും ആക്സിലേറ്റർ വെക്കണ്ടേ? എല്ലാവരും ഇപ്പം മെജോറിറ്റി റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് കൂടുതലും കംഫർട്ടബിൾ ലെഫ്റ്റ് ആണ്. അല്ല, അവര് സഹിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. കുറച്ചു പേരല്ലേ ഉള്ളൂ. അപ്പൊ തൽക്കാലം മെജോറിറ്റി ആയിട്ട് പോവാം. നമുക്ക് അടുത്ത വണ്ടി, അടുത്തതിലേക്ക് കയറാം അല്ലേ? ഈ രാത്രിക്ക് എന്താണ് കറുപ്പ് നിറം? ഇതിന് ഉത്തരവുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറയില്ല. ഇവനെന്താ ഉദ്ദേശം എന്ന് അറിയൂ? നമ്മളെ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആൻസർ ഇവൻ പറയിപ്പിക്കും. എന്നിട്ട് ഇത് ഇവന്റെ ചാനലിൽ ഓടിക്കും. ഇവന് പൈസ കിട്ടും, ഇവന് റേറ്റിംഗ് കൂടും. നമുക്ക് എന്ത് പിണ്ണാക്ക് കിട്ടും? നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ ഇവന് ഇത്ര അറിഞ്ഞാൽ മതി. അത് മാത്രമല്ല, ഇതിന് ഉത്തരം എനിക്ക് പറയണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറയാം പേഴ്സണലായിട്ട്. രാത്രി കറുപ്പ് നിറവും. അല്ല, എന്നാലും കഷ്ടപ്പെട്ട് എഴുതി തരും. നമുക്ക് ചോദ്യങ്ങളൊന്ന് കേട്ടു പോവാം. കുളിച്ചാൽ പനി വരില്ല. കുളിച്ചാൽ പനി വരില്ല. സാധാരണ നമ്മള് കുളിക്കാൻ എല്ലാ ദിവസവും എല്ലാവരും കുളിക്കും, ഷവർ ചെയ്യും. കുളിക്കുമ്പോ പനി വരില്ല. പക്ഷെ മഴ നനയുമ്പോ മാത്രം പനി വരുന്നു.
അതെന്തുകൊണ്ട്? മഴ നനഞ്ഞ അപ്പൊ എല്ലാവർക്കും കോൾഡ് വരും. അല്ല ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, അതില് കുറച്ച് കാര്യമുണ്ട് അല്ലേ? സംശയം നമുക്ക് ശരിക്കും ഒരു സംശയമാണ്. എല്ലാവർക്കും അല്ലേ, ഇപ്പൊ നമ്മളെ മഴ തന്നെ നമുക്ക് പനി വരണോന്നില്ല, അങ്ങനെയല്ല. എന്നാലും ചില ആൾക്കാർ ഓക്കെ മഴ നനഞ്ഞു, ഓക്കെ ഇവന് മഴ നനയേണ്ട പനിയാണ് ഫുൾ ടൈം. അപ്പോസിറ്റ് അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാവും, ബ്ലഡ് പ്രഷറൊക്കെ പ്രശ്നമാവും. ചോദ്യം എഴുതി ഉണ്ടാക്കി എങ്ങനെ പ്രഷർ കൂടാതിരിക്കും? അല്ല, ചോദ്യം ഉണ്ടാക്കി ഒന്ന്, അവിടെ ധൈര്യവന്റെ ഈ ചോദ്യം അത് നിങ്ങളോട് അവതരിപ്പിച്ചു 1 2. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന എന്നോടും പ്രിയനോടും ഈ സംശയങ്ങൾ, ഞാനത് വാക്ക് ഫിൽ ചെയ്യുന്നില്ല, ജീവിതത്തിലുള്ള സംശയങ്ങളാണ് ഈ ചോദ്യം. അയ്യോ വിനയ്, എല്ലാ സിനിമ ഇൻഡസ്ട്രിയുടെയും പേരുകൾ അവസാനിക്കുന്നത് വുഡ് ചേർത്താണ്. അതെന്തായിരിക്കും അങ്ങനെ? മോളിവുഡ്, കോളിവുഡ്, ടോളിവുഡ്? അതൊരു പക്ഷേ വിനയ് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവണം. കാരണം തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും നിങ്ങൾ സംസാരത്തിനിടയിൽ തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ അതെന്തായിരിക്കും ഇങ്ങനെ ഒരു പേര് വന്നത്, അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ലേ? ഇതിനോട് കൂടെ ചേർക്കാൻ പറ്റുന്ന വേറൊരു വുഡ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ അപ്പൂസിനോട് സംസാരിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ അങ്ങോട്ടായി പോയല്ലോ, അമ്പ ചെയ്താ നേരെ അങ്ങോട്ട് വരും. ഫുഡ് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ, ഇതില് എന്തോ കാര്യമുണ്ട്, ഇതിൽ കുറച്ച് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. രാത്രിക്ക് എന്താ കറുപ്പ് നിറം എന്ന് പറയുന്നതിലും നിലവാരമുണ്ട്. ഓക്കെ, ആകാശം ഇടിഞ്ഞ് വീഴാത്തത് എന്തുകൊണ്ട്? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആലോചിക്കണം എന്താണെന്നറിയോ, അന്ന് ഇടിഞ്ഞു വീണാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ആകാശം ഇടിഞ്ഞു വീഴാത്ത രമ്യ, എനിക്ക് ഒരു അപ്പൂസിനോട് ഒരു പ്രശ്നമില്ല. എനിക്ക് ആകെ ഞാൻ കൺസേൺ ആകുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ്. ആകാശം ഇടിഞ്ഞു വീഴാത്ത എന്തുകൊണ്ടെന്നാ? ഇതിനൊക്കെ ചളിയായിട്ടുള്ള ആൻസർ ആണ് വേണ്ടേ? അറിയോ? അല്ല, നമ്മുടെ നോർമൽ ഒരു സംശയങ്ങൾ. ഈ സംശയത്തിനൊക്കെ ചിലപ്പോ വല്ല ഗ്രാവിറ്റി കാര്യമൊക്കെ ആയിരിക്കും. എന്റെ പൊന്നോ, ഇവന്റെ ചോദ്യത്തിൽ തന്നെ ഞാൻ പെട്ടിരിക്കുകയാണ്. അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ അടുത്ത കേക്കട്ടെ, വെറുതെ കേട്ടുപോവാം. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കണ്ണ് നിറയുന്നത് എന്തുകൊണ്ട്? അതൊക്കെ നമ്മൾ ലോജിക്കലി ചിലപ്പോൾ നമുക്ക് തോന്നും, ഡീപ്പായിട്ട് നമ്മൾ അധികം ശരിയാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും, കരയുമ്പോഴും നമുക്ക് കണ്ണ് നിറയും. ചിലൊരു സന്തോഷാശ്രു വരില്ലേ, അതൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷത്തിന്റെ ഇമോഷൻ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു സംശയം. ഇത്രയും ആലോചിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് അല്ല. പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ശരിക്കും ഇതൊക്കെ എവിടെയോ സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവൻ പഠിച്ചു വരുന്നുണ്ട്, അവൻ ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഓരോ ചോദ്യം കഴിയുന്തോറും ഭേദപ്പെട്ട് വരുന്നുണ്ട്. അല്ല, പക്ഷെ ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ശരിയാണല്ലോ, ചെറുതായിട്ട് ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് എന്നിട്ടും വരുന്നു? ആ രണ്ടും എക്സ്ട്രീം ഇമോഷൻ ആണ്. ഒരാളെ കാണുമ്പോഴത്തെ നമുക്ക് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും അതെന്തായിരിക്കും അത്? സന്തോഷം വരുമ്പോ നമ്മുടെ മനസ്സൊക്കെ മൊത്തം ഹാപ്പിനെസ് ആണല്ലോ, മറ്റേത് സങ്കടം ഇതല്ലേ. അപ്പൊ ആ എന്നിട്ടും കണ്ണ് നിറയുന്നല്ലോ എന്നുള്ളതില് ഒരു ഇതാണ്. ഭയങ്കര ഫൺ ഉണ്ടായില്ലേ? ആണല്ലേ? അടുത്തേക്ക് പോകുന്നതിന് പിന്നെ നമുക്ക് കുറച്ചൊരു സംശയത്തെ കുറിച്ച് സംസാരിച്ചു, അതിനാ വേണ്ടിട്ടാ വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷറഫുദ്ദീൻ ഇന്നിപ്പോ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഷറഫിനെ കണ്ടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ഉള്ള ആ ഒരു കോമ്പിനേഷനും ആ ഷൂട്ടിങ്ങിന്റെ അവിടുത്തെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് പറയൂ വിനയ്. ഞാനും ഷറഫും കൂടെ ചെയ്യുന്ന 4ാമത്തെ സിനിമ സംശയം. അപ്പോ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇതുപോലെ നല്ല ഹ്യൂമർ സെൻസ്, നല്ല കൗണ്ടർ പറയുന്ന ആൾക്കാർ. അപ്പൊ ടേക്ക് എടുക്കുമ്പോഴേക്ക് ഒരാളുടെ ഡയലോഗ് വരുമ്പോ നിങ്ങൾ നല്ല വൈബാണല്ലോ, നല്ല ഫ്രണ്ട്ലി ആണല്ലോ. അപ്പം നിങ്ങൾ ആ തമാശ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിരിച്ച് അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഈ ഒരു ഷൂട്ടിങ്ങിനിടയിൽ പോയിട്ടുണ്ടാവും? ഇതില് നമുക്ക് ഈ പറയുന്ന ഇതില് അങ്ങനെ ഇത് ഭയങ്കര ലൗഡ് കോമഡി പടമല്ല. ഷറഫ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയുണ്ട്, പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അത് നടക്കുമ്പോൾ ഇത് നടക്കുമായിരുന്നു. അയാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയും, എങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, എനിക്ക് താൻ ഇങ്ങനെ പറയാം, എനിക്ക് താൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ആയിരുന്നു. ഇത് ഭയങ്കര റൂട്ടഡ് പരിപാടിയാണ് മറ്റേ രമ്യ. ഇത് അതായത് ഇതിന്റെ അത്യന്തികമായിട്ട് ഇത് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് ഭയങ്കര വെൽ റിട്ടൺ ആണ്. ഈ കഥാപാത്രത്തിന് പറയാൻ പറ്റുന്ന തമാശകളെ ഇയാൾ പറയുള്ളൂ. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളാണ് ഈ സിനിമയില്. അപ്പോ ആ സിനിമയുടെ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ലൈൻസും അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്ന പോലെ
വേറൊരു പരിപാടിയുണ്ട്. ഇപ്പോ ഇത് മൊത്തത്തില് ഇങ്ങനെ പറയുന്ന പോലെ ഒരു സംശയത്തിനെ കേന്ദ്രീകരിച്ചുള്ള സിനിമയുടെ അപ്പുറത്തേക്ക് ഇത് നമുക്ക് സിനിമ തുടങ്ങുന്നത് മുതൽ നമുക്ക് ചിരിച്ച മുഖത്തോടുകൂടി ഒന്ന് കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരുപാട് ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെയുള്ള ഈ മറ്റേ മനുഷ്യബന്ധങ്ങളും ഇവരുടെ സ്നേഹവും സന്തോഷവും സങ്കടവും അങ്ങനെയൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ജേർണി ഉണ്ട്. പിന്നെ ടുവേർഡ്സ് എൻഡ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അങ്ങനെ ഒരു 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 അങ്ങനത്തെ ഒരു പാക്കേജാണ് സിനിമ. ഒരു ഫീൽ ഗുഡ് ലൈറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു പുതിയ കഥയാണ് പറയുന്നത്. ഇന്ന് വരെ മലയാള സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ കോണ്ടന്റ് ആണ് സംശയം പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഈ കുറേ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അത് ഞാൻ പാട്ടിലാണ് കണ്ടത്. സിനിമയിലും ആ കുഞ്ഞു കുട്ടികൾ ഇല്ല. ഇതില് 2 കുട്ടികളാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, ഷറഫിനൊരു, അതായത് പ്രിയക്കും ഷറഫിനും, എനിക്ക് ലിജോനും ഒരു കുട്ടിയുണ്ട്. ഓ അങ്ങനെയാണ്. നമ്മള് സിനിമയിൽ അല്ല പിന്നെ പാട്ടിൽ കാണുന്ന പോലെ അത്രയും കുട്ടികളുടെ അതൊന്നുമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഈവൻ ആ പാട്ടിന്റെ സീക്വൻസ് ആണെങ്കിൽ പോലും അപ്പൊ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ, കാരണം ഇത്ര അധികം കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര ട്രെയിൻഡ് കുട്ടികളായിരുന്നു, ഡാൻസേഴ്സ് ആണ് അവന്മാര്. സ്കൂളിൽ പഠിക്കുന്ന കുക്കു എന്ന് പറഞ്ഞൊരു സുഹൃത്തിന്റെ സെയ്ച്ചർ, കുക്കു, ഷാനിൽ എന്ന് പറഞ്ഞ 3 കേസ് കോഡിലെ 3 കൊറിയോഗ്രാഫേഴ്സ് ആണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പൊ ഇവര് ഡാൻസേഴ്സ് പിള്ളേരാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ്. ഒരു തവണ കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും ഈ കുട്ടികൾ എന്ത് അപ്ഡേറ്റഡ് ആണ്, അത്രയ്ക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള മിടുക്കരായിട്ടുള്ള പിള്ളേരാണ്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് പാട്ട് ഷൂട്ട് ചെയ്ത് തീർത്തു. അത് ഇവരുടെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. എല്ലാരും നല്ല ഒരേപോലെ യുണീക്ക് ആയിട്ട് നന്നായിട്ട് എല്ലാരും ശരിക്കും ഒരേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട്. ഓക്കെ. അപ്പൊ 2 ദിവസം കൊണ്ട് അതൊക്കെ തീർത്തു. ഓക്കെ. ഇതിനകത്ത് ഷറഫുമായിട്ടുള്ള സീൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ നിങ്ങളുടെ കോമ്പിനേഷൻ സീനിലൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരെ പറഞ്ഞ സാധാരണ ഷറഫൊക്കെ ഇങ്ങനെ എപ്പോഴും നമുക്കറിയാം, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എപ്പോഴും നല്ല തമാശ സംസാരിക്കുന്ന വരുന്നതാണ്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഫ്രെയിമിലല്ല ഈ സിനിമ പോകുന്നേ എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷനും ആ ഒരു ഇതൊക്കെ? ഞങ്ങൾ ഒരുമിച്ച് ആക്ച്വലി ഇതിനു മുമ്പ് റോഷാക്കില് ബ്രീഫായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അതില്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് അപ്പൊ അത്രയും സംസാരിക്കാൻ ഉള്ളൊരു അത്രയും ദിവസം ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് സംശയത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഷർഫുദ്ദീനോട് ഇരുന്ന് ഇത്രയും സംസാരിക്കുന്നത്. ആൻഡ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഷർഫുദ്ദീന്റെ സിനിമകൾ കാണുന്ന എല്ലാവർക്കും അറിയാലോ. അതെനിക്ക് ഭയങ്കര ഒരു ടേക്ക് അവേ ആയിരുന്നു ആക്ച്വലി. ഷർഫുദ്ദീന്റെ കൂടെ വർക്കിംഗ് എക്സ്പീരിയൻസിൽ ഇത്രയും ഇപ്പൊ ഈ ഒരു സീൻ എഴുതിയത് എത്രത്തോളം ആസ് എൻ ആക്ടർ ആളുടെ ഒരു ഇൻപുട്ട് കാരണം, ആ ഒരു സ്പോണ്ടേനിറ്റി കാരണം അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ശരിക്കും കണ്ട് എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ ശരിക്കും. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത്രയും തന്നെ കംഫർട്ടബിൾ ആണ്, അത്രയും തന്നെ ഫുൾ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് എനിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടേഴ്സിനും അത് അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു ഷറഫുദ്ദീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഓക്കെ. ഇതേപോലെ തന്നെ ഞാൻ വിനയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാലോ? എനിക്ക് നമ്മൾ കാര്യമായിട്ടില്ല, ഒരുമിച്ചുള്ള സീൻസ് ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ടുള്ള സോൺ പരിപാടിയൊക്കെ ആവുമ്പോ നമ്മൾ പൊട്ടങ്ങളെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ആയി പോകും. അപ്പൊ ഇത്രയും ഇയേഴ്സ് വിനയുടെ ഒരു എക്സ്പീരിയൻസിൽ 16 ഇയേഴ്സിൽ ഇത്രയും സിനിമകൾ ചെയ്തതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിനയ് ടേക്ക് അവേ ചെയ്ത് ഇന്നും ലൈഫിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഏത് സെറ്റിൽ നിന്ന് കിട്ടിയ ഒരു പാഠമായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ രമ്യ, അതായത് പല സെറ്റുകളിൽ പല പരിപാടിയാണ്. ഇപ്പൊ ഞാൻ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അൽത്താഫ് എന്റെ കണ്ടംപററിയാണ്. അൽത്താഫ് ഒരു സിനിമ ഇതിനു മുമ്പ് ഞണ്ടുകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. പക്ഷെ അൽത്താഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, അൽത്താഫിന്റെ വേ ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അൽത്താഫ് ഒരു ആക്ടറിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന പരിപാടി എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അത് രാജേഷിലേക്ക് വരുമ്പോൾ വേറെ പരിപാടിയാണ്, ലിജോ ചേട്ടൻ നമ്മളെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വേറെയാണ്, മഹേഷ് ചേട്ടൻ വേറെയാണ്. അപ്പോൾ ഏത് നല്ല സിനിമ നല്ല ഫിലിം മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നത് പല പല കാര്യങ്ങളാണ്. ഒരു കമേഴ്ഷ്യൽ സിനിമ ഇപ്പോ എന്റെ ഏറ്റവും ലാസ്റ്റ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം സിനിമ മേജറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയുടെ പേസ് ഉണ്ടല്ലോ ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ട്രൂത്ത് നഷ്ടപ്പെടാണ്ട്
ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി കുറച്ചും കൂടി സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ നമ്മളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ശരിയോ തെറ്റോ ആവാം. അതാണ് എനിക്കിപ്പോ ഞാൻ ഏറ്റവും അവസാനം മനസ്സിലാക്കിയ ഒരു കാര്യം. ഓക്കെ, പ്രിയമത, ലാസ്റ്റ് ചോദ്യം. പ്രിയമതയ്ക്ക് ഇപ്പം ഇങ്ങനെ ഇവരുടെ കൂടെ അഭിനയിച്ചപ്പോഴാണെങ്കിലും ഇപ്പൊ കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെ ചെയ്തു വരുമ്പോഴും എപ്പോഴെങ്കിലും ഞാനൊരു ഫിലിം സ്കൂളിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റും, ആ ഒരു ട്രെയിനിങ് അതിന്റെ ഒരു ലാക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ട്രെയിനിങ്ങിന്റെ ഗുണങ്ങൾ എന്തായാലും ഉണ്ടാവൂല, അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഫിലിം സ്കൂളിലേക്ക് പോകുന്നത്. ആക്ച്വലി എന്റെ ഇനീഷ്യൽ പ്ലാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പഠിക്കേണ്ടായിരുന്നത്. എന്റെ പ്ലാൻ തന്നെ ഫിലിം സ്കൂൾ എന്നായിരുന്നു. ബട്ട് ഞാൻ സെക്കൻഡ് ഇയർ ഓഫ് കോളേജിലാണ് എൻ്റെ ആദ്യ സിനിമ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ സിനിമയിൽ നിന്നൊരു 2-3 കൊല്ലം മാറി നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം സെറ്റിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ആസ് എൻ ആക്ടർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഞാനും വിശ്വസിക്കുന്നതാണ്, നമ്മൾ ഫിലിം സ്കൂൾ എന്ന് പറയുന്നില്ല, ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ച ആളാ. പക്ഷെ ഫിലിം സ്കൂള് അതായത് വേൾഡിലെ 5 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടത്തെ വിജയ ശതമാനം 20%. അതായത് എന്റെ ക്ലാസ്സിൽ 10 പേരുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവുന്ന 2 പേരാ. പ്രിയ ഏതാണ്ട് ആ 2 പേരിൽ പെട്ടിരിക്കുന്ന ആളാ. അപ്പൊ അതുകൊണ്ട് എല്ലാം ലേണിംഗ് ആണ്. ഇപ്പൊ ഫിലിം സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ തന്നെയാണ് നല്ലൊരു ഫിലിം മേക്കറിന്റെ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോ ചിലപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി എനിക്ക് പ്രിയയുടെ നിന്ന് കിട്ടും. അപ്പൊ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു നല്ലൊരു ഡിസിഷൻ പ്രിയ എടുത്തതാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിയക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. പിന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് ഫിലിം സ്കൂളിൽ പോകുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ തെറ്റായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ബട്ട് അത് ഈ 2-3 വർഷത്തേക്ക് മാറി നിൽക്കുക വിട്ടിത്തരവും അല്ലേ, ആ ടച്ച് വിട്ടുപോകുന്നതിലേക്ക്. പിന്നെ ആക്ടിങ് ഇസ് ഡൂയിങ്. അപ്പൊ നമുക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടുകയാണ്. അപ്പൊ നമ്മള് അഭിനയിച്ചതിനെ തെളിയുക എന്ന് പറയുന്നതാണ്. മെയ് 16 രമ്യ എന്തായാലും പടം കാണണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ചോദ്യങ്ങളൊക്കെ അത് സാരമില്ല, അപ്പൂസ് അവിടെ അപ്പൂസ് പുറത്തുണ്ട്, നടത്തി നോക്കിയതാണ്. വിനയും ഷറഫൊക്കെ അല്ലേ, പിന്നെ ഒരു കുഴപ്പമില്ല രീതിയിൽ ഫുൾ സംശയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സംശയം പോലെ ആ ഒരു ഫ്രീഡം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് ഇവരൊക്കെ. ആ ഒരു ഫ്രീഡം വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു പുതിയതായിട്ടുള്ള പിന്നെ അല്ല നമ്മൾ എൻജോയ് ചെയ്തിട്ടോ, പ്രത്യേകിച്ച് രമ്യ ആയതുകൊണ്ട്.